മോഡേൺ ഡ്രസ്സിനെ പറ്റി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ ഐറ്റംസ് ഇല്ല, അവന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. കാരണം എന്താ വെച്ചാൽ ഇത് പാകിസ്ഥാനിലാണ് നടക്കുന്നത്. അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന അതേ ചിന്താഗതി വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള സ്ഥലം, നിങ്ങൾ പറയുന്ന രീതിയിൽ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്ന ഒരു സ്ഥലം. അവിടെ ഒരു ആൺകുട്ടി സ്ത്രീയെ പോലെ വസ്ത്രം ധരിച്ചിങ്ങായിട്ട് പുറത്തു പോകുന്നു, അവന് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാവും. നിങ്ങൾ പറയുന്ന പോലെയുള്ള വിശ്വാസവും നിങ്ങൾ പറയുന്ന പോലെയുള്ള ഡ്രസ്സിങ് രീതി ഉണ്ടായിട്ടും ഇത് അനുഭവിക്കേണ്ടി വന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നിങ്ങൾ പറയുന്നത് എന്തൊരു ചുക്കുമല്ല. അവിടെ ശക്തമായ ഭരണവും ഇല്ല, നിയമവും ഇല്ല. ആൾക്കാരുടെ ചിന്താഗതി അതിനനുസരിച്ച് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വേണമെങ്കിലും ചെയ്യുക, ആരും ചോദിക്കാനില്ല, ഒന്നും പറയാനില്ല. ഇതാണ് സംഭവം. ഇനി അടുത്തൊരു ന്യായീകരണമായിട്ട് വരില്ലേ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്നുകൊണ്ടുള്ള ആ സംഭവം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ദുബായ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് സ്ത്രീകളൊക്കെ അത്രയും ഫാഷൻ സെൻസോട് കൂടി ഡ്രസ്സ് ഇട്ട് നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഇതൊന്നും കണ്ടിട്ട് ആണുങ്ങൾ പോയിട്ട് ഈ ചെറിയ കുട്ടികളെയും അല്ലെങ്കിൽ വയസ്സായ സ്ത്രീകളെയും അല്ലെങ്കിൽ ദുർബലരായിട്ടുള്ള പെണ്ണുങ്ങളൊന്നും പീഡിപ്പിക്കുന്നില്ല. എന്താ അതിന് കാരണം? അവിടെ ഉള്ളവർക്കൊന്നും ഈ പറയുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഒന്നും അറിയില്ലേ? അവിടെ പൊട്ടന്മാരെ, നിയമം വേണം, ശക്തമായിട്ടുള്ള നിയമവും ശക്തമായ ഭരണാധികാരികളും ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഒരാളെ ചാക്കി കെട്ടി നടത്തിയിട്ട് ഒന്നും മാറാൻ പോകുന്നില്ല. ഒരു പേപ്പട്ടി ഉണ്ടെങ്കിൽ ആ പേപ്പട്ടിനെ കൊല്ലണം, 1000 പേപ്പട്ടി ഉണ്ടെങ്കിൽ ആ 1000 പേപ്പട്ടിനെ കൊല്ലേണ്ടത്. അല്ലാണ്ട് ജനങ്ങൾ മുഴുവൻ വീടിൻ്റെ അകത്ത് അടച്ചിരിക്കാനല്ല പറയേണ്ടത്.